ഹലോ ആൻഡ് ഹായ് എവരി വൺ. മാത്സ് എന്ന സബ്ജക്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു ആളാണോ നിങ്ങൾ? മാത്സ് ഒരു വളരെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റായിട്ടാണ് ഒരുപാട് കുട്ടികൾ പറയുന്നത്. പക്ഷേ മാത്സ് അത്രയും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഒന്നും അല്ല കേട്ടോ. മാത്സ് ഡിഫിക്കൽട്ട് ആവുന്നതിൻ്റെ ഒരു കാരണം കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാതെ ആവുന്നത് എന്തുകൊണ്ടാണ്? അത് പല കോൺസെപ്റ്റ്സും ചെറിയ ക്ലാസ്സുകളിൽ വേണ്ടത്ര ക്ലിയർ ആക്കാതെ പഠിച്ച്, അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാൻ ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കുട്ടി ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന ടോപ്പിക്സിനെ ഇഗ്നോർ ചെയ്ത് പോകുമ്പോഴത്തേന് അതൊരു ലേണിംഗ് ഗ്യാപ്പായി മാറുന്നു. അത് ആ കുട്ടിക്ക് മാത്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന ഒരു ഗ്യാപ്പായി മാറുന്നു. ഇതുപോലെ ഒരുപാട് ലേണിംഗ് ഗ്യാപ്പുകൾ തുടർന്ന് വരുമ്പോഴത്തേന് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് വന്ന് ഹയർ ക്ലാസ്സസിലെത്തുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് മാത്സ് ഒരിക്കലും പഠിക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റായിട്ട് മാറും. ഇതില്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലേണിംഗ് ഗ്യാപ്സ് മനസ്സിലാക്കി അത് തിരുത്തണം. മാത്സ് കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ സയൻസ് പഠിക്കാനും അത് ബുദ്ധിമുട്ട് വരും. എന്തുകൊണ്ടെന്നാൽ ഹയർ ക്ലാസ്സസിലെത്തുമ്പോഴത്തേക്ക് സയൻസ് പഠിക്കണമെങ്കിൽ മാത്സ് നല്ല പോലെ അറിഞ്ഞിരിക്കണം. സയൻസിൽ എസ്പെഷ്യലി ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ കണ്ടമാനം മാത്സ് വരുന്നുണ്ട്. അപ്പോൾ മാത്സ് അറിയാതെ പോയി കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സിൽ ലേണിംഗ് ഗ്യാപ്സ് വന്നു കഴിഞ്ഞാൽ മാത്സും സയൻസും ഒരുപോലെ ടഫായി മാറും. ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇത് സോൾവ് ചെയ്യാൻ നമുക്കൊരു മെത്തേഡുണ്ട്. നമ്മുടെ ലേണിംഗ് ഗ്യാപ്സ് മനസ്സിലാക്കി അത് തിരുത്താം. അതിന് നമ്മൾ ചെറിയ ക്ലാസ്സിലത്തെ സിലബസിലേക്ക് പോയി അവിടെ ഏത് കോൺസെപ്റ്റ്സാണോ നമുക്ക് മനസ്സിലാകാത്തത് അതിനെ തിരുത്തി നമ്മളെല്ലാ ക്ലാസ്സുകളിലെയും നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി വന്നു കഴിഞ്ഞാൽ മാത്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു ഗെയിം കളിക്കുന്ന ത്രില്ലോട് കൂടി നമുക്ക് മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഫാക്റ്റ്. സോ ഈ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ ചാനലാണ് മാത്തമാറ്റിക്സ്. സോ all of you follow the channel, watch the channel and understand your learning gaps and correct it. Okay? So please don't forget the name of the channel. It is Mathematics. Coming soon.